പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. ഈ രാത്രിയുടെ വചനം ഇതാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. കാസ്റ്റിംഗ് all your anxieties on him because he cares for you. ഈ വാക്യം കേൾക്കാത്ത ആരുമില്ല. ഈ വാക്യത്തിന് ഈ രാത്രി വല്ലാത്തൊരു അഴകുണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളോട് സംസാരിക്കണമേ എന്ന്. പത്രോസിൻ്റെ 1-ാം ലേഖനം ക്രിസ്തീയ പ്രത്യാശയുടെ ലേഖനമെന്നാണ് പറയുക. അങ്ങനെ പറഞ്ഞാൽ പോരാ. ഏതാണ്ട് AD 65-66 കാലഘട്ടത്തിൽ റോം ഭരിച്ചിരുന്ന നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളെ വേട്ടയാടിക്കൊണ്ടിരുന്ന, ക്രൈസ്തവരുടെ ചോര പുഴ പോലെ ഒഴുകിയ റോമിൻ്റെ തെരുവുകളിൽ പ്രാണൻ വാരിപ്പിടിച്ചോടിയ സാധാരണപ്പെട്ട പാവപ്പെട്ട കുറേ മനുഷ്യരെ ബലപ്പെടുത്താൻ വേണ്ടി ഒരു മനുഷ്യൻ എഴുതിയ കുറേ വരികളാണ് 1 പത്രോസ്. ഭീതിപ്പെടുത്തുന്ന മരണം മറവിടങ്ങളിൽ പതിയിരിക്കുന്ന റോമിൻ്റെ തെരുവുകളിൽ റോമൻ കൊളോസിയങ്ങളുടെ ചാരത്തുകൂടെ ചാകണമെങ്കിൽ ചാകട്ടെ എന്ന് പറഞ്ഞ് നടന്ന ഒരാൾ സാക്ഷാൽ പത്രോസ്. ആ പുസ്തകം എത്ര മനോഹരാണെന്നറിയാമോ ചങ്ങാതിമാരെ? 1 പത്രോസ്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്യമാണത്. ഈ വേദപുസ്തകത്തിൽ ചില വാക്യങ്ങൾക്ക് നമ്മളെ വല്ലാതെ ഒന്ന് ആന്തരിക സൗഖ്യപ്പെടുത്താനുള്ള കൃപയുണ്ട്. എല്ലാ വാക്യങ്ങളും നല്ലതാണ്, പക്ഷെ ചില വാക്യങ്ങൾക്ക് അപാരമായൊരു തേജോ പ്രകാശമുണ്ട്. അങ്ങനെ ഒരു വാക്യമാണത് ഈ രാത്രി എടുത്തത്. എന്താ പറയുക? കൂരിരുട്ടിൽ നിലാവ് പോലെ ഒരു വചനം, വരണ്ടയിടത്ത് പുതുമഴ പോലെ ഒരു വചനം, കൊടുഞ്ചൂടിൽ കുളിർകാറ്റ് പോലെ ഒരു വചനം. ഈ വാക്യം, കാസ്റ്റിംഗ് all your anxieties on him because he cares for you. ഇന്ന് രാത്രി ഇവിടെ എന്തിനാണ് ഈ വാക്യം? അത് നിങ്ങൾ ചോദിക്കണ്ടേ എന്നോട്? ഇന്ന് രാത്രി എന്തിനാണ് ഇവിടെ ഈ വാക്യം? ഉണ്ട്. പരാതികളും ഭാരങ്ങളും ഇല്ലാത്ത മനുഷ്യരാരാ പ്രിയപ്പെട്ടവരെ? വൈ മീ? എന്നോടെന്താ ഇങ്ങനെ ചോദിക്കാറില്ലേ? ഞാനെന്താ ഇങ്ങനെ ആയിപ്പോയത്? എനിക്ക് മാത്രം എത്ര വേദന എന്താ ചോദിക്കാറില്ലേ? ഉണ്ട്. അഗ്നിപർവ്വതങ്ങൾ പോലെ ഇവിടെ ഇരിക്കുന്ന മനുഷ്യരുണ്ട്. ഒരുമിച്ച് പാട്ട് പാടിയില്ലേ? എന്നാൽ അടുത്തിരിക്കുന്നയാളുടെ സങ്കടം അറിയാൻ പറ്റിയിട്ടുണ്ടോ? അകത്തേക്കുള്ള കരച്ചിലിൻ്റെ പേരാണ് നെടുവീർപ്പ്. ശ്രദ്ധിച്ചാൽ ഇവിടെ കേൾക്കാം, അടുത്തിരിക്കുന്നവരില്ലെന്ന്. അകത്തേക്കുള്ള കരച്ചിലിൻ്റെ പേരാണ് നെടുവീർപ്പ്. ശ്രദ്ധിച്ചാൽ ഇവിടെ കേൾക്കാമെന്നേ നാം അറിയുന്നില്ലെന്ന് മാത്രം. അങ്ങനെയുള്ള മനുഷ്യരോട് ഈ പുസ്തകം പറയുക, കുഞ്ഞേ ഭാരപ്പെടല്ലേ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ എല്ലാം അങ്ങോട്ട് കൊടുത്താട്ടെ. ഇന്ന് രാത്രി വെറുതെ ഇവിടെ വന്നിരുന്നിട്ട് 8:30 മണിക്ക് എഴുന്നേറ്റ് പോകരുത്. ലോക ചരിത്രത്തിൽ ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, ഒരുപാട് ഇസങ്ങളുണ്ട്, ഒരുപാട് തത്വശാസ്ത്രങ്ങളുണ്ട്. പക്ഷെ മനുഷ്യൻ്റെ സങ്കടത്തിന്, അവൻ്റെ കണ്ണീരൊപ്പാൻ ഇതുപോലെ ഏത് പുസ്തകമാണ് പ്രിയപ്പെട്ടവരെ? ഏത് പുസ്തകമാണ്? വാഗ്ദാനങ്ങളുടെ മഷി കൊണ്ടെഴുതി, പ്രത്യാശയുടെ നൂലുകൊണ്ട് കുത്തിക്കെട്ടി, പ്രതീക്ഷയുടെ പുറംചട്ട കൊണ്ട് ബൈൻഡ് ചെയ്ത ഈ പുസ്തകം പോലെ ഏത് പുസ്തകമാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ്റെ സങ്കടം തുടയ്ക്കാൻ? ലോകചരിത്രത്തിൽ നിങ്ങൾ വലിയ മനുഷ്യരെയൊക്കെ നോക്കിക്കേ, വീണുപോയവരുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഒരു ചിത്രകാരനായിരുന്നു വിൻസെൻ്റ് വാൻ ഗോഗ് എന്ന് പറയും. പൊട്ടറ്റോ ഈറ്റേഴ്സ് പോലെയുള്ള മനോഹര ചിത്രങ്ങൾ വരച്ചിട്ടുള്ളയാൾ ആത്മഹത്യ ചെയ്യുക അവസാനം. ലോകത്തെ ഏറ്റവും നല്ല മോട്ടിവേഷണൽ ബുക്ക് എഴുതിയ ഏണസ്റ്റ് ഹെമിംഗ്വേ, പ്രചോദിപ്പിക്കുന്ന പുസ്തകങ്ങൾ എഴുതിയ ആൾ ആത്മഹത്യ ചെയ്തത്. ലോകത്ത് മനഃശാസ്ത്രത്തിൻ്റെ മഹിതാചാര്യൻ എന്ന് വിളിച്ച, മനുഷ്യന് ശാന്തി പറഞ്ഞു കൊടുത്ത മനഃശാസ്ത്രത്തിൻ്റെ ആചാര്യൻ സിഗ്മണ്ട് ഫ്രോയിഡ് അവസാനം ആത്മഹത്യ തുല്യമായ ഒരു മരണമാണ്.
അങ്ങനെ എത്രയോ പേർ. ലോകത്തെ സൗന്ദര്യധാമങ്ങളെന്ന് വിളിച്ചിരുന്ന ക്ലിയോപാട്ര, മെർലിൻ മൺട്രോ ആത്മഹത്യ ചെയ്യായിരുന്നു. 2 വർഷം മുമ്പ് ബോളിവുഡിൽ ഒരു സിനിമ ഇറങ്ങി, ചിച്ചോരെ എന്നാണ് പേര്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, അതാണ് ആ സിനിമയുടെ വിഷയം. കൊള്ളാം. അതിലെ നായകൻ സുശാന്ത് സിംഗ് രജ്പുത് സൂയിസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു. അങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞത്, ലോകത്ത് എന്തിനാണ് മനുഷ്യന്റെ വേദനയെ തടുക്കാൻ പറ്റുക? പറ്റില്ല. അവിടെയാണ് ഈ വചനം, ദൈവവചനത്തിൻ്റെ കൃപ. ഇന്ന് രാത്രി അത് നമുക്ക് ഏറ്റുപറയാം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഞാനിന്ന് പറയാനുള്ളത് എനിക്ക് 2 കൊച്ചു വാക്കുകളാണ്. 2 ചെറിയ പദങ്ങൾ പറയാനുണ്ട് എനിക്ക്. എന്തെന്നറിയാമോ? സ്വയം പറയാൻ. തന്നെ സംസാരിക്കാറുണ്ടോ? തന്നെ മിണ്ടില്ല. തന്നെ സംസാരിക്കാറുണ്ടോ മക്കളെ? എന്താ മിണ്ടാത്തത്? തന്നെ സംസാരിക്കാറുണ്ടോ? ഉണ്ടാവണം. ലോകത്ത് ജയിച്ചവരൊക്കെ തന്നെ സംസാരിച്ചവരാണ്. ഒരുപാടൊക്കെ സംസാരിച്ചാൽ മെഡിക്കൽ ട്രസ്റ്റിലെ CJ ജോണിനെ ഒന്ന് കാണിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ വീട്ടിലൊരു അഭിപ്രായം വന്നേക്കാം. അത്രയും വരെ പോരുത് കേട്ടോ. തന്നെ സംസാരിക്കുക. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? പ്രെയർ ഈസ് എ ക്വാളിറ്റി സെൽഫ് ടോക്ക് എന്നുകൂടെ പറയും. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു നിലവാരമുള്ള സ്വയം വർത്തമാനമാണ്. ഹന്ന ഒത്തിരി പ്രാർത്ഥിച്ചു, കരഞ്ഞു ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. അവളോട് തന്നെ പറഞ്ഞു, അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ പോയി ഉപവാസം മുറിച്ചു. പിന്നെ മുഖം മാടിയിട്ടില്ല. ഇതൊരു ക്വാളിറ്റി സെൽഫ് ടോക്കാ. അടിയന് കൃപ ലഭിക്കട്ടെ. ഈ പള്ളിക്കകത്ത് വന്നിട്ട് ഈ പെരുന്നാളിൽ അങ്ങനെ പറയണം. ക്വാളിറ്റി സെൽഫ് ടോക്ക്. ദാവീദ് പറഞ്ഞു, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. അതൊരു സെൽഫ് ടോക്കാ, തന്നെ സംസാരിക്കുകയാണ്. മനുഷ്യൻ്റെ വേദനയെ ശമിപ്പിക്കാൻ തന്നെ സംസാരിക്കണത്രേ. തന്നെ പറയാൻ 2 വാക്കുകൾ ഈ രാത്രി. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നതിനുള്ള ആത്മവിശ്വാസത്തോടെ നമ്മുടെ വേദനകളിൽ, നമ്മുടെ ഭാരങ്ങളിൽ, സ്നേഹിത ചങ്ക് പറയണ വേദനകളിൽ നമ്മളോട് തന്നെ പറയാൻ എനിക്കിന്ന് 2 പദങ്ങൾ പറയാനുണ്ട്. 1, എനിക്ക് ബലം തരാൻ, താങ്കൾക്ക് ബലം കിട്ടാൻ. ഭാരമേറുമ്പോൾ തന്നെ പറയേണ്ട 2 കൊച്ചു വാക്കുകൾ. 1, ഐ ആം യുണീക്ക്, ഞാൻ അനന്യനാണ്. അതിൻ്റെ അർത്ഥം എന്താ? നേരത്തെയൊക്കെ എനിക്ക് തോന്നുന്നു ഈ കിഴക്കേക്കലയുടെ കരുത്തിലൂടെയൊക്കെ മിണ്ടുന്ന മനുഷ്യരായിരുന്നു. ഇപ്പോൾ കുറേ ശാന്തരും സൗമ്യരും ആയതുകൊണ്ടാകാം. പിന്നെ അനേകം പേരെ കണ്ടിട്ട് എന്തോ ശവട് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന മട്ട. ഭാരമേറുമ്പോൾ പറയണം, ഐ ആം യുണീക്ക്, ഞാൻ അനന്യനാണ്. എന്താ ഈ അനന്യൻ എന്ന് പറഞ്ഞ അർത്ഥം? യുണീക്ക് എന്ന് പറഞ്ഞ എൻ്റെ മക്കളെ അർത്ഥം എല്ലാം ആരെങ്കിലും പറഞ്ഞോളൂ. യുണീക്ക്, അനന്യൻ ഇല്ല, ഞങ്ങൾ പറയില്ല. എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ മിണ്ടുകയല്ല. അനന്യൻ എന്ന് പറഞ്ഞാൽ ഒന്നുപോലെ മറ്റൊന്നില്ലാത്തതിൻ്റെ പേരാണ് അനന്യത, യുണീക്ക്നെസ്. ബൈബിൾ പറയുന്നു സങ്കീർത്തനങ്ങളിൽ, ഓ ലോർഡ് യു ആർ യുണീക്ക്, നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല. നമ്മളോട് തന്നെ പറയണം, എന്നെപ്പോലെ ഒരാളെപ്പോലെ 9 പേരുണ്ടെന്നൊക്കെ ആരാണ് ഈ പുളു അടിച്ചത്? ഒരാളെപ്പോലെ വേറെ ആരുമില്ല. ഈ ലോകത്ത് 800 കോടി മനുഷ്യരുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ നിങ്ങൾ കരഞ്ഞതുപോലെ, നിങ്ങൾ അലഞ്ഞതുപോലെ, നിങ്ങൾ നുറുങ്ങിയതുപോലെ, നിങ്ങൾ നടന്നുപോയ വഴികൾ പോലെ, നിങ്ങൾ ചിരിച്ചതുപോലെ വേറെ ആരും കടന്നു പോയിട്ടില്ല ഇന്ന് വരെ, ഇനിയൊട്ട് പോകത്തുമില്ല. ഇതാണ് യൂണീക്ക്നെസ്. ശരിയല്ലേ? നമ്മൾ നടന്നു പോയതുപോലെ, നമ്മൾ ചിരിച്ചതുപോലെ, നമ്മൾ കരഞ്ഞതുപോലെ ആരുമില്ല സ്നേഹിത. അതാണ് യുണീക്ക്നെസ്. വീണ്ടും പറയാം, നമ്മളൊരു പെർഫ്യൂം മേടിക്കാനൊരു കടയിൽ കയറി നിന്നിരിക്കട്ടെ, എത്ര തരത്തിലുള്ള സ്പ്രേ കിട്ടും?
കൂടിപ്പോയാൽ എത്ര വലിയ ലുലു കയറിയാലും ഒരു 10, 25, 50 തരത്തിലുള്ള ഫ്രാഗ്രൻസ് ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഗന്ധം ലോകത്ത് മറ്റാർക്കും ഇല്ല. അന്റാർട്ടിക്കയുടെ മൂലയിൽ താമസിക്കുന്ന ഒരാൾക്ക് പോലും ഇല്ല. അതുകൊണ്ടാണ് പോലീസ് പട്ടി നമ്മുടെ പുറകെ കൃത്യമായിട്ട് വരുന്നത്, അല്ലേ? നമ്മുടെ ഗന്ധം പോലും ലോകത്ത് വേറെ ആൾക്കും ഇല്ല. ഇതാണ് അനന്യത. സ്നേഹിത, കിഴക്കേക്കലടൽ എന്നെ കേൾക്കുന്നവരെ, നമ്മളെപ്പോലൊരു ഐറ്റത്തെ ആഫ്രിക്കയുടെ ഗോത്രവർഗത്തിൻ്റെ മൂലയ്ക്ക് തപ്പിയാലും കിട്ടുമോ? ഇതുപോലൊരു സൈസിനെ കിട്ടുമോ? കിട്ടുകയല്ല. ഈ ഗുരുത്തക്കൂടും എല്ലാം കൂടെ കൂട്ടി വെച്ച ഈ സൈസ് ഒരെണ്ണം കിഴക്കേക്കലട മാത്രമേ കാണുള്ളൂ. ശരിയല്ലേ? അതാണ് ഈ 2023 ഫെബ്രുവരി അവസാന നാളോളം താങ്കളെപ്പോലെ ഒരാൾ ഉണ്ടായിട്ടില്ല, ഇനിമേൽ ഉണ്ടാകുകയില്ല. ഭാരമേറുമ്പോൾ പറയണം, ദൈവമേ, ഐ ആം യുണീക്ക്, എന്നെപ്പോലെ മറ്റാരുമില്ല. പക്ഷെ നമ്മൾ വളരെ ഭാരത്തിലാണ്, നമ്മൾ വലിയ ഭാരത്തിലാണ്. മനുഷ്യൻ്റെ മഹത്വം എന്ന് പറയുന്നത് 139 സങ്കീർത്തനാണ്. അതിനകത്ത് ഇങ്ങനെ മനുഷ്യനെ കുറിച്ച് പറയുന്നത് എന്താ? ഞാൻ ഇരിക്കുന്നവരും എഴുന്നേൽക്കുന്നവരും നീ അറിയുന്നു, എൻ്റെ നിരൂപണമൊക്കെ നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് പറയൂ, മനസ്സിലായിരിക്കുന്നു. ഇതാണ് മനുഷ്യൻ. നമ്മളെപ്പോലെ ആരുമില്ല. ഇന്ന് രാത്രി ഈ ദേവാലയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നൊരു ജീവിതം ഉണ്ടെങ്കിൽ ചങ്കത്ത് കൈവച്ചിട്ട് പറ, ഐ ആം യുണീക്ക്. ഞാനൊരു പാഴ്ജന്മമല്ല, ഞാൻ അബദ്ധം പറ്റിയ ജീവിതമല്ല, ഞാനിങ്ങനെ അബദ്ധത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാളല്ല, എന്നെപ്പോലെ ഒരാൾ വേറെയില്ല. ഒരു കാര്യം പറയട്ടെ സ്നേഹിത, നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും കാണാവുന്ന ദൂരത്തിൽ ഒരാൾ നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാ കാലവും ഒരുപോലെ ഇരിക്കാമെന്ന് പുള്ളി വാക്ക് തന്നിട്ടില്ല, പക്ഷെ എല്ലാ കാലത്തും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല പലർക്കും മനസ്സിലായിട്ടില്ല. ഒന്നുകൂടെ പറയാം, ഒന്ന് ചിന്തിച്ച് ഇവിടെ നോക്കിക്കേ. പലരും ഇവിടെ ഇരിക്കുന്നു, ഇവിടെ അല്ല, ഇവിടോട്ട് വന്നാട്ടെ, എന്തായാലും ഇന്നുമായിട്ട് ഒരുങ്ങി വന്നതല്ലേ. നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും കാണാവുന്ന ദൂരത്തിൽ ഒരാൾ നമ്മളിങ്ങനെ ഉറ്റു നോക്കുന്നുണ്ട്. കിട്ടിയില്ലേ? എല്ലാ കാലവും ഒരുപോലെ ഇരിക്കാമെന്ന് പറഞ്ഞോ? കൊറോണ വരാം, പോകാം, ഷുഗർ കൂടാം, കുറയാം, പലതും വരാം പോവാം, തിരമാലകൾ പോലെ. എല്ലാ കാലവും ഒരുപോലെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ എല്ലാ കാലത്തും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോരെ? പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഇത്രയും പോരെ മച്ചാനെ, ബാക്കിയൊക്കെ വിട്ടേരെ, ലീവ് ഇറ്റ്. ഐ ആം യുണീക്ക്. എന്നെപ്പോലെ മിണ്ടുകയല്ല. നിങ്ങൾ ഒരുപാട് പെരുന്നാൾ കൂടുന്നുണ്ടോ അത് മിണ്ടാത്തെ? എന്നെപ്പോലെ ഉറക്കെ പറഞ്ഞ് മറ്റാരുമില്ല. അതുകൊണ്ട് കിഴക്കേക്കലയുടെ ആരും ഇനി ദൈവമുണ്ടെന്ന് പറയല്ലേ. അയ്യോ, ദൈവമുണ്ടെന്ന് പറയരുത്, അത് അബദ്ധമാണ്. ദൈവമുണ്ടെന്ന് പറയരുത്. എല്ലാവർക്കും അറിയാം, പിശാചിനറിയാം, യുക്തിവാദിക്ക് പോലും അറിയാം, സമ്മതിക്കത്തില്ല. ദൈവമുണ്ട് എന്ന് പറയുന്നൊരു അറിവാ നമ്മെ തുണയ്ക്കത്തില്ല. ദൈവമുണ്ടല്ലോ എന്ന് പറയണം. എൻ്റെ ചങ്ക് പൊടിയുമ്പോൾ, എൻ്റെ കണ്ണ് നിറയുമ്പോൾ എൻ്റെ ദൈവമുണ്ടല്ലോ, അതൊരു അനുഭവമാണ്. അതുകൊണ്ട് കിഴക്കേക്കലടയിൽ ആരും ഇനി ദൈവമുണ്ടെന്ന് പറയരുതേ. ദൈവമുണ്ടല്ലോ, അതൊരു ഗ്രേറ്റർ എക്സ്പീരിയൻസാ. ഐ ആം യുണീക്ക്. എന്നെപ്പോലെ പതറിപ്പോകാതെ ഏത് വേദനയും സ്വീകരിക്കാൻ അത് മാത്രം പോരെ. നിങ്ങൾക്കറിയില്ലേ, യേശു കർത്താവ് 3.5 വർഷം സഹിച്ച വേദനകൾ, സങ്കടങ്ങൾ. കർത്താവിനെ ബലപ്പെടുത്തിയതെന്താ? ഞാൻ ചിന്തിക്കുന്നു, ശുശ്രൂഷ തുടങ്ങിയപ്പോൾ യോർദാൻ നദിയിൽ സ്നാനമേൽക്കുമ്പോൾ സ്വർഗം പുത്രനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇവൻ എൻ്റെ, ഉറക്കെ പറ, ദിസ് ഇസ് മൈ ബിലവഡ്, എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ സ്വന്തം. ഞാൻ പറയും, ആ 2 അക്ഷരത്തിൻ്റെ തണുപ്പുണ്ടല്ലോ, യോർദാനിൻ്റെ വെള്ളത്തേക്കാൾ തണുപ്പത്തറായിരുന്നു. സ്വന്തം എന്ന പദത്തിന് യോർദാനിലെ ജലധാരയേക്കാൾ നനവുണ്ടായിരുന്നു. സ്വന്തം. ആർക്കെങ്കിലുമൊക്കെ സ്വന്തമാകാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ?
അല്ലാത്തതൊക്കെ വേദനയാണ്. കനൽ വഴികളിൽ കർത്താവിനെ കരുത്തനാക്കിയത് ഈ വാക്കാ, സ്വന്തം. അപ്പൻ മോനോട് പറയുക, എൻ്റെ മക്കളെ നീ എൻ്റെ സ്വന്തം. ആ വാക്കിൻ്റെ തണുപ്പിലാണ് 3.5 വർഷം ഗലീലയിലും ഉൾനാടുകളിലും ആ ചെറുപ്പക്കാരൻ സഹനങ്ങളെ നെഞ്ചേറ്റു വാങ്ങിയത്. അപ്പൻ്റെ സ്വന്തം ഞാൻ. ഇവിടെ ചോദിക്കട്ടെ, കത്ത് എഴുതിയിട്ടുണ്ടോ? കത്ത് ഇല്ല, അന്ന് വീഡിയോ കോളാണ്. കത്ത് എഴുതിയിട്ടുണ്ടോ? ഉറക്കെ പറയൂ. ഉണ്ട്. പഴയത് വല്ലതും ഇരിപ്പുണ്ടോ? വഴക്കുണ്ടാക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല. കുവൈറ്റിൽ അച്ചായന് പണ്ട് എഴുതിയതോ ബോംബെയിൽ പണ്ട് അച്ചായൻ പുറത്തായിരുന്നപ്പോഴേ അത് വല്ലതും ഉണ്ടോന്നാ. കത്ത് വല്ലതും വേണ്ട, അവിടെ ഇരുന്നോട്ടെ, ഉണ്ടെങ്കിലും എടുക്കണ്ട. ആ പഴയ കത്തൊക്കെ പോയില്ലേ കാലമൊക്കെ. കത്ത് ഓർക്കുന്നുണ്ടോ? 75 പൈസയുടെ ഒരു ഇല്ലാൻ, എൻ്റെ പഴയ ഓർമ്മ അതാണ്. 75 പൈസയുടെ ഓർക്കുന്നില്ലേ? ഇപ്പോൾ വലിയ പുള്ളികളാണെങ്കിലും നമ്മൾ കത്ത് എഴുതി തുടങ്ങിയത് എങ്ങനെയാണ്? ആദ്യം എന്തോ എഴുതിയത്? ഉറക്കെ പറയൂ. പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് സ്തുതി. കറക്റ്റ്. എന്തോ ഭക്തിയോടായിരുന്നു അല്ലേ? പിന്നെ എങ്ങനെ എഴുതി? എത്രയും പ്രിയപ്പെട്ട, അങ്ങനെ എഴുതി. എന്നിട്ട് വലിയ ഫോർമലായിരുന്നു. ആദ്യത്തെ 4-5 വരികൾ, അവിടെ സുഖമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? 4-5 വരി കഴിഞ്ഞപ്പോൾ നമ്മൾ അൺഫോർമലായി. പിന്നെ എന്നാ എഴുതിയത്? പിന്നെ ബാത്റൂമിൻ്റെ ഓട് പൊട്ടിയതും റബ്ബറിൻ്റെ കമ്പൊടിഞ്ഞതും പശു പ്രസവിച്ചതും ആടിന് വെള്ളം കൊടുത്തതും ഒക്കെ കുനുകുനാ നീ ഇല്ലൻ്റെ നിറച്ചു എഴുതിയിട്ട് ഇല്ലൻ്റെ തിരിച്ചു വെക്കുമ്പോൾ 2 വരി എഴുതാൻ പിന്നെ ഇപ്പോൾ വലിയ ബലമൊക്കെ പിടിച്ചിരിക്കുന്നെങ്കിലും അവിടെ എഴുതി. എന്നിട്ട് ഇല്ലൻ്റെ അവസാനിപ്പിച്ചപ്പോൾ, കത്ത് അവസാനിപ്പിച്ചപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി നിർത്തിയത്? പറയൂ. അയ്യോ, എങ്ങനെ നിർത്തിയത്? എന്തോ ഒരു നാണം. സ്വന്തം. ആ കത്തിൽ അടുത്ത കത്ത് വരാൻ 1.5 മാസം കഴിയും, 2 മാസം കഴിയും. അടുത്ത കത്തെത്തുന്നൊരു വരെ നമ്മെ തണുപ്പിച്ചത് അവസാനത്തെ വാക്കാണ്. എന്ത്? സ്വന്തം. അതാണ് ഒരു ജീവിതത്തെ ബലപ്പെടുത്തുന്നത്. ഈ പദമാണ്. യേശുവിനെ ബലപ്പെടുത്തിയതാ. സ്വർഗം നമ്മോട് പറയുക, നീ ഏൽപ്പിച്ചു കൊടുത്തതിന്റെ ഭാരം, യു ആർ യുണീക്ക്. എൻ്റെ കുഞ്ഞേ, നീ എനിക്ക് പ്രിയപ്പെട്ടവൻ, എൻ്റെ സ്വന്തം. ഐ ആം യുണീക്ക് എന്ന് ഈ രാത്രി പറഞ്ഞാട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ നമുക്ക് 4 പദവികളുണ്ട്. വി ഹാവ് 4 പ്രിവിലേജസ്. വി ഹാവ് 4 ക്രിസ്ത്യൻ പ്രിവിലേജസ്. 1, ശ്രദ്ധിക്കൂ, വി ആർ എലക്റ്റഡ്. കുഞ്ഞുങ്ങൾ ഉറക്കെ പറ. 1, വി ആർ എലക്റ്റഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? തെരഞ്ഞെടുക്കുക. അറിയാം, നമ്മളെ തെരഞ്ഞെടുത്തതാണോ? ആണ്. ദൈവം നമ്മളെ എന്നാ നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത്? പെട്ടെന്ന് പറയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് നിർത്താമല്ലോ. എന്നാ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്? ഇരമ്യാവ് 1:4 പറയും, നിയമിക്കപ്പെട്ട നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. നമ്മളെ തിരഞ്ഞെടുത്തൊരു പഴയ നിയമം പറയും നമ്മൾ ഉണ്ടാകണതിന് മുമ്പേ. എന്നാൽ പുതിയ നിയമം എഫേസ്യർ 1:4 പറയും, അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ, ബിഫോർ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ്, പണ്ടേ നമ്മെ തിരഞ്ഞെടുത്തറ. അതുകൊണ്ട് ഇത് നമ്മൾ അവിചാരിതമായി ജനിച്ചു പോയൊരു മനുഷ്യനല്ല, നമ്മെ തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു താൻ. ഞാൻ സിനിമാ പാട്ടല്ല പാടിയത്, പഴയ പ്രചാരമുള്ള ക്രിസ്തീയ ഗാന. എനിക്ക് വളരെ സങ്കടം തോന്നി ഈ പാട്ടിൻ്റെയൊക്കെ ഒരു വരി പാടാത്തതൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നുകയാണ്. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ. ഏത് പാട്ടാ?
യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. ഗായക സംഘത്തോട് ഞാൻ പറയുകയാണ്, ഈ പഴയ പാട്ടുകളൊക്കെ പഠിച്ചു പാടണം. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം. ലോകസ്ഥാപനത്തിന് മുമ്പേ. അപ്പൊ കുഞ്ഞുങ്ങളെ പറഞ്ഞേ, നമുക്ക് 4 പദവികളുണ്ട്. ഒന്ന് വി ആർ, പോയല്ലോ, വി ആർ. 2 വി ആർ സെലക്റ്റഡ്. എന്താണ് ഉറക്കെ പറയൂ? സെലക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? എലക്ഷനും സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതിനെന്നാ വ്യത്യാസം? ഞാൻ പറയാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ, PSCയുടെ 9 റാങ്ക് ലിസ്റ്റ് പേര് കിടപ്പുണ്ട്, പക്ഷെ ഇതുവരെ ജോലി. അതാണ് എലക്ഷനും സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം. അതുക്കും മേലെ എന്ന് പറയും. ഏത്? സെലക്ഷൻ. അതെ. 3-ാമത്തെ നമ്മുടെ പദവി വി ആർ അപ്പോയിന്റഡ്. ഒന്ന് ഉറക്കെ പറഞ്ഞേ, എന്താണ് അപ്പോയിന്റഡ് എന്ന് പറഞ്ഞ അർത്ഥം? ആർക്കറിയാം? നിയമിക്കുക. വി ആർ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു സന്തോഷമുള്ള വാക്കുള്ള ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടി. ഞാൻ ചോദിക്കട്ടെ സ്നേഹിതരെ, നമുക്ക് ഇന്നും വല്ല അപ്പോയിന്റ്മെന്റും കിട്ടിയോ? ഉറക്കെ പറയൂ. ഇന്നും വല്ല അപ്പോയിന്റ്മെന്റും ഉണ്ടായിരുന്നോ? ഇല്ല. ശരിയാ. പക്ഷെ ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാം. അപ്പോയിന്റ്മെന്റ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് വാക്കെന്താ? അച്ഛൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇറങ്ങി. ഡിസപ്പോയിന്റ്മെന്റ്. വാട്ട് മീൻ ബൈ ഡിസപ്പോയിന്റ്മെന്റ്? ഡിസപ്പോയിന്റ്മെന്റിന്റെ മലയാളം അർത്ഥം എന്താ? നിരാശ. അതെങ്ങനെ ശരിയാവും? അപ്പോയിന്റ്മെന്റ് നിയമനവും ഡിസപ്പോയിന്റ്മെന്റ് എങ്ങനെ ശരിയാവും? സ്നേഹമുള്ളവർ, ഞാൻ പറയട്ടെ, ഡിസപ്പോയിന്റ്മെന്റ് നിരാശയാണെങ്കിൽ ഇന്ന് സന്ധ്യയ്ക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഇന്ന് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടോ? അതും മിണ്ടുകയല്ല. ഇന്ന് അമിതമായി നിരാശപ്പെടാൻ കാരണമുണ്ടോ? ഉണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ പറ, ഡിസപ്പോയിന്റ്മെന്റ് ഇല്ലെങ്കിൽ ഇന്ന് അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ഇപ്പോഴും പറയല്ല. പറ, ഉണ്ട്. നമ്മുടെ വിചാരം ഈ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൊമ്പത്തെ കാര്യമാണ്, വലിയ അത്ഭുതം എന്നാണ്. ഈ അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പെരുന്നാളിൽ അത്ഭുതം നടക്കണം. അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ? തലവേദന മാറുക അല്ലേ? അല്ല. ഭൂതമല്ലാത്തതെന്തോ അതാണ് സാധാരണം, അസാധാരണം. ഭൂതം, അത്ഭുതം. ഭൂതമല്ലാത്തത്. ഭൂതം എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളുടെ വീട്ടിൽ ഒരെണ്ണമുണ്ട്, അതല്ല. ഭൂതം എന്ന് പറഞ്ഞാൽ കർത്താവേ, ഇന്നലെ നടക്കാത്തതൊന്ന് ഇന്ന് പകല് നടന്നിട്ടുണ്ടോ? ഉണ്ട്. ഇന്നലെ ശ്വസിച്ച വായുവല്ല ഇന്ന് നാം ശ്വസിച്ചത്. ഇന്നലെ കുടിച്ച വെള്ളമല്ല ഇന്ന് നാം കുടിച്ചത്. ഇന്നലെ പോയ വഴികളല്ല ഇന്ന് രാത്രി നാം പോയത്. എങ്ങനെയെങ്കിൽ ഈ പകൽ അനുഭവിച്ച കൃപ വലിയതെങ്കിൽ നിങ്ങൾ പറ, ഇന്ന് രാത്രി അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ഉറക്കെ പറ. ഉണ്ട്. ആര് ചോദിച്ചാലും പറയണം, ഐ ആം അപ്പോയിന്റഡ്. നമുക്കുള്ള 4-ാമത്തെ പദവി കുട്ടികൾ പറയണം. 1 എലക്റ്റഡ്, 2, 3, 4 വി ആർ അനോയിന്റഡ്. എന്താ അനോയിന്റഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അഭിഷേകം. ഉണ്ടോ? ആകറിയാം. ഇത് അടിക്കയും കൊടുത്ത് വല്ലച്ചാലും ഇരിക്കുന്ന കണ്ട് അഭിഷേകം പോയിട്ട് അല്ലേ? അഭിഷേകം ഉണ്ടോ? ഉണ്ടോ? എന്ന് കിട്ടി? മാമോദീസായിൽ അല്ലേ? ഉറക്കെ പറഞ്ഞോളൂ. നോളജിനൊന്നും പറയത്തില്ല പാവം. ഉറക്കെ പറഞ്ഞോളൂ. അഭിഷേകം എന്ന് കിട്ടി? ഒക്കെ ഉണ്ട്. ശരിയാണ്, അഭിഷേകമുള്ള മനുഷ്യരാണ്, കണ്ടാൽ തന്നെ അറിയാം. പക്ഷെ ഞാൻ പറയട്ടെ, ആ ലിറ്റർജിയുടെ പെർസ്പെക്റ്റീവ് അങ്ങ് ഞാൻ മാറ്റിവെക്കുക. ഞാൻ പറയട്ടെ, എനിക്ക് പറയാനുള്ളത് ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സങ്കീർത്തനാണ്. നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ആർക്കും കൊടുക്കാത്തൊരു സ്പെഷ്യൽ അനോയിൻമെൻറ്റ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് യുണീക്ക്നെസ്. എന്നെപ്പോലെ നിന്റെ കൂട്ടുകാരിൽ പരമായി. നമ്മൾ പാഴ്ജന്മമാണ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ വേസ്റ്റാണേ, ഞാൻ യൂസ്ലെസ് ആണേ പറയല്ലേ. കൂട്ടുകാരിൽ പരമായി
ഈ പള്ളിയിൽ ഇരിക്കുന്ന വേറൊരാൾക്കും ഇല്ലാത്തൊരു സ്പെഷ്യൽ ദൈവം നിനക്ക് തന്നിട്ടുണ്ട് കുഞ്ഞേ. നമുക്ക് ഓരോരുത്തർക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കുറേ കുറവുകളുണ്ടാവാം, നമുക്ക് കുറേ കുറവുകളുണ്ടാവും, പക്ഷേ ആർക്കും ഇല്ലാത്തൊരു സ്പെഷ്യൽ തന്നിട്ടുണ്ട്. അങ്ങനെ വിശ്വസിച്ചോണം. ഞാൻ ഇനി പറയുന്ന കാര്യം ചങ്കത്ത് കുറിച്ച് വെച്ചേ. ആർക്കുമില്ലാത്തൊരു പോരാട്ടം ഉണ്ടെങ്കിൽ ആർക്കുമില്ലാത്തൊരു അഭിഷേകമുണ്ട്. നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കുടുംബജീവിതത്തിൽ ഒരുപാട് തലങ്ങളിൽ ആർക്കുമില്ലാത്തൊരു പോരാട്ടം ഇപ്പം നടക്കുന്നുണ്ടെങ്കിൽ സ്നേഹിത, ആർക്കുമില്ലാത്തൊരു അഭിഷേകം ദൈവം നമുക്ക് തരും. അതുകൊണ്ട് ഹൃദയത്തിൽ തട്ടിപ്പറയണം, എനിക്ക് കർത്താവെ അവിടുന്ന് 4 പദവി തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി മുഖം വാടി താടി കൈ കൊടുത്ത് തല ചരിച്ച് ഏതാണ്ട് കളഞ്ഞു പോയതുപോലെ ഞാൻ ഈ പള്ളിക്കകത്തിരിക്കുകയില്ല. ഞാൻ പറയുമ്പോൾ ഉറക്കെ ശബ്ദമുയർത്തി ഉറക്കെ പറയണം. 1, ഐ ആം എലക്റ്റഡ്. 2, 3, 4 അനോയിൻറ്റഡ്. ഈ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരാൾ വന്നിരുന്ന റേഡിയോ പോലെ 1 മണിക്കൂർ പറഞ്ഞിട്ട് പുള്ളിയുടെ വഴിക്ക് പോകുന്ന പരിപാടിയല്ല. അവിടെ ഒരു ധ്യാനം ഉണ്ടാവണം. 4 പദവികൾ നമുക്കുണ്ട് സ്നേഹിതരെ, മറക്കല്ലേ. നമ്മെ തിരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി നിരാശപ്പെടാൻ ദൈവം ഒരു അനുഭവം തന്നിട്ടില്ല. ഞാൻ വളരെ ഭാരത്തോടെ നിൽക്കുന്നൊരു സന്ധ്യയാണത്. വളരെയധികം വേദനയോടെ, വളരെയധികം ചങ്ക് പൊടിഞ്ഞു നിൽക്കുന്ന ഒരു സന്ധ്യയാണത്. ദൈവം നമ്മളെ ഇങ്ങനെ രാത്രി നിർത്തിയിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞ്, ഞങ്ങളുടെ ഗായക സംഘത്തിൽ ഏറ്റവും മനോഹരമായി മുമ്പിൽ നിന്ന് പാടിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ഒരു മോള് 19 വയസ്സുകാരി ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി ആകസ്മികമായി. വളരെയധികം ഇടുകയായിരുന്നൊരു കുട്ടി. പ്രിയപ്പെട്ടവരെ, അതിൻ്റെയൊക്കെ നടുവിൽ ഇന്ന് രാത്രി ആ കുഞ്ഞിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾക്ക് ബലം കിട്ടാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു ട്രെയിൻ ആക്സിഡൻറ്റിൽ നിന്ന് ചെന്നൈയിൽ വെച്ച് മരണപ്പെട്ടു. നാളെയുള്ള സംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുക. പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി നിങ്ങൾക്ക് ഈ രാത്രി ദേവാലയത്തിലിരിക്കുമ്പോൾ ഡിസപ്പോയിൻമെൻറ്റിൻ്റെ കാരണമൊന്നും തന്നിട്ടില്ലെങ്കിൽ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കരുത്, ഇവിടെ താടി കൈ കൊടുത്തിരിക്കരുത്. നമ്മളാ ആരാ പ്രിയപ്പെട്ടവർ? ദൈവത്തിൻ്റെ പ്രിയ മക്കളാ. ജീവിതത്തിൽ ഭാരം വരും, വേദന വരും. സോക്രട്ടീസ് 40 വർഷം തത്വചിന്ത പഠിപ്പിച്ചു. പ്ലേറ്റോ 50 വർഷം തത്വചിന്ത പഠിപ്പിച്ചു. അരിസ്റ്റോട്ടിൽ 40 വർഷം തത്വചിന്ത പഠിപ്പിച്ചു. ഈ പറയണതൊക്കെ ആരാ? കല്ലടയുള്ളവരല്ല, ലോകത്തെ കീഴടക്കിയ തത്വചിന്തകന്മാരാ. എന്നാൽ എൻ്റെ കർത്താവ് 3.5 വർഷമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ആ തത്വചിന്തകളൊക്കെ കടപുഴകിപ്പോയി. എന്നാൽ എൻ്റെ കർത്താവ് പഠിപ്പിച്ച 3.5 വർഷം ആ സുവിശേഷം ഇന്നും ജീവിക്കുക. യേശുക്രിസ്തു ഒരു പടവും വരച്ചിട്ടില്ല. പക്ഷെ മൈക്കിളാഞ്ചലോയുടെ ചിത്രങ്ങളിൽ, ഡാവിൻചിയുടെ ചിത്രങ്ങളിൽ കർത്താവിൻ്റെ സ്വാധീനമുണ്ട്, മെഷിഹായുടെ സ്വാധീനം. യേശുക്രിസ്തു ഒരു കവിതയും എഴുതിയിട്ടില്ല. പക്ഷെ ഡിവൈൻ കോമഡി എഴുതിയ ഡാൻറ്റെ, പാരഡൈസ് ലോസ്റ്റ് എഴുതിയ ജോൺ മിൽട്ടൺ, ഇൻ മെമ്മോറി ദി ലോർഡ് ടെന്നിസൺ തുടങ്ങി ലോകൈക എഴുത്തുകാരിൽ യേശുവിൻ്റെ സ്വാധീനമുണ്ട്. യേശുക്രിസ്തു ഒരു പാട്ടും പാടിയിട്ടില്ല. പക്ഷെ ബിഥോവൻ്റെ സിംഫണിയിൽ, മൊസാർട്ടിൻ്റെ പാട്ടിൽ യേശുക്രിസ്തു ഉണ്ട്. യേശുക്രിസ്തു ഒരു നോവലും ഒരു ഗ്രന്ഥവും രചിച്ചിട്ടില്ല. പക്ഷെ ടോൾസ്റ്റോയ്, വിക്ടർ ഹ്യൂഗോ, ദസ്തയേവ്സ്കി തുടങ്ങി ലോകക്കണ്ട വിശ്വവിഖ്യാത എഴുത്തുകാരുടെ പിൻപിൽ യേശുവിൻ്റെ സ്വാധീനമുണ്ട്. എന്നാ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? മാനവ സംസ്കാരം എവിടെയെല്ലാം വളർന്നിട്ടുണ്ടോ, മാനവിക മൂല്യങ്ങൾ എവിടെയെല്ലാം ആദരിക്കപ്പെട്ടിട്ടുണ്ടോ, അവയുടെ മുമ്പിൽ യേശുവിൻ്റെ സ്വാധീനമുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, കർത്താവ് എനിക്കും നിനക്കും ആരാ? വി സബ്സ്റ്റിറ്റ്യൂട്ട് ജീസസ് ക്രൈസ്റ്റ് ഫോർ അവർ കൺവീനിയൻസ്. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മുടെ കർത്താവിനെ മാറ്റിവെക്കും. നമുക്ക് പെരുന്നാളെന്ന് പറയുമ്പോൾ എന്നോട് വിഷമം തോന്നല്ലേ? ഈ പെരുന്നാളിൽ സംഭവിക്കുന്നത് എന്താ? എത്ര മനോഹരമാണ് കിഴക്കേക്കല്ലടപ്പള്ളി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. എത്ര സുന്ദരം! വർണ്ണാഭമായ വൈദ്യുതി വിളക്കുകൾ കണ്ണിന് സുഖമാണ് അല്ലേ? സന്തോഷമാണ്. എന്ത് രസമാണെന്നറിയാമോ? ദീപപ്രഭയിൽ നഗരം മുങ്ങി നിൽക്കുന്നു. കണ്ണിനെന്തൊരു സുഖമാണ്! നമ്മുടെ റാസകൾ, നമ്മുടെ ഈ വാദ്യമേളങ്ങൾ, മേളക്കൂട്ടുകൾ, മേളക്കൊഴുപ്പുകൾ കാതിന് സുഖമാണ് അല്ലേ? റാസയും പ്രദക്ഷിണവും ഒക്കെ നടക്കുമ്പോൾ. പെരുന്നാൾ കഴിയുമ്പോൾ നേർച്ച വിളമ്പുണ്ടാവും, വളരെ കെങ്കേമമായി, എത്ര മനോഹരമായി. കഴിഞ്ഞ വർഷത്തേക്കാൾ മധുരം ഏറിയിട്ടുണ്ട്, മസാല പിടിച്ചിട്ടുണ്ട്, നാവിന് സുഖമാണ്. അവസാനം നോവിളച്ചൻ കൊടിയിറക്കി കഴിയുമ്പോൾ വീട്ടിലോട്ട് പോകുമ്പം ആ രാവിലെ ആ പെരുന്നാൾ കഴിയുമ്പം ഒന്ന് ചിന്തിച്ചുകൊണ്ട് പോകണം. കണ്ണിന് സുഖം കിട്ടി,
കാതിന് സുഖം കിട്ടി, നാക്കിന് സുഖം കിട്ടി, തൊലിപ്പുറത്ത് സുഖം കിട്ടി, ആത്മാവിനെന്ത് വെട്ടം കിട്ടി? അതിനുത്തരം തരാൻ ഈ കിഴക്കേകലയുടെ പള്ളിയിലോ ആ തെരുവിലോ ആരും ഉണ്ടാവില്ല. നമ്മൾ ഉത്തരം കണ്ടെത്തണം. തൊലിപ്പുറത്തെ ഇന്ദ്രിയങ്ങളിൽ തീർക്കുന്ന സുഖത്തിൻ്റെ പക്കമേളങ്ങൾ മാത്രമായി പെരുന്നാളിന് കൊടിയിറങ്ങി പോകല്ലേ. കണ്ണിന് സുഖം, കാതിന് സുഖം, നാക്കിന് സുഖം, ഇന്ദ്രിയങ്ങളുടെ സുഖത്തിൻ്റെ മഴ പെയ്ത്തായി മാത്രം ഒരു പെരുന്നാൾ കഴിയുമ്പോൾ ബാക്കിയാവുന്നവരെന്താ സ്നേഹിത? ഞാൻ എന്നോട് തന്നെയാ. ആത്മാവിന് എന്ത് വെട്ടം കിട്ടിയിട്ടുണ്ടാവും? വിക്ടർ ഹ്യൂഗോ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്ത് പട്ടിണി കിടന്ന് മരിച്ച ശരീരത്തേക്കാൾ ഭീകരമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നു മാത്രമാണ്, വെട്ടം കയറാത്ത ആത്മാവ്. ഈ പ്രപഞ്ചത്തിൽ പട്ടിണി കിടന്ന് മരിച്ച ശരീരത്തേക്കാൾ ദാരുണമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നു മാത്രമാണ്, വെട്ടം കയറാത്ത ആത്മാവ്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുമോ? സ്വാമി വിവേകാനന്ദൻ പണ്ട് പറഞ്ഞു ക്രിസ്തുദേവൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കാലുകളെ അഭിഷേകം ചെയ്യുമായിരുന്നു. കണ്ണുനീര് കൊണ്ടല്ല, എൻ്റെ ഹൃദയരക്തം കൊണ്ട്. നോട്ട് വിത്ത് മൈ ടീയേഴ്സ് ബട്ട് വിത്ത് മൈ ഹാർട്ട്സ് ബ്ലഡ്. ചങ്കിലെ ചോര കൊണ്ട് ഞാൻ ക്രിസ്തുവിൻ്റെ പാദങ്ങളെ കഴുകുമായിരുന്നു എന്ന് പറഞ്ഞത് ഭാരതീയ ആധ്യാത്മികതയുടെ ചൈതന്യമായിരുന്ന സ്വാമി വിവേകാനന്ദനാണ്. ഏതോ ഒരു ക്രിസ്മസ് കാലത്ത് ഞാനൊരു പ്രഭാഷണം കേട്ടു. ഡോക്ടർ ബി ഇക്ബാൽ, കേരള യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ആയിരുന്നു. ഇക്ബാൽ സാർ എന്ന പേര് കേൾക്കുമ്പോഴേ ഇസ്ലാമാണെന്നറിയാം അല്ലേ? അദ്ദേഹം പറഞ്ഞു, എല്ലാ ക്രിസ്മസ് കാലത്തും ഞാൻ 4 സുവിശേഷങ്ങൾ ഒരു തവണ വായിച്ചു തീർക്കാറുണ്ട്. എല്ലാ ഡിസംബറിലും. എനിക്കതൊരു അനുഷ്ഠാനം പോലെയാണ്. ഇപ്പോൾ വല്ല വേദനയും തോന്നുന്നുണ്ടോ? ഇന്ന് വേറെ പുസ്തകം പോലും കൊണ്ടുവന്നിട്ടില്ല, നമ്മളിവിടെ ഇരിക്കുക. ഒരു ഇസ്ലാം വലിയ മനുഷ്യൻ പറയാണ്, എല്ലാ ക്രിസ്മസ് കാലത്തും ഞാൻ 4 സുവിശേഷങ്ങളും ഒരു തവണ വായിച്ചു തീർക്കാറുണ്ട്. എനിക്കതൊരു അനുഷ്ഠാനം പോലെയാ. സ്നേഹിത, നമ്മൾ വലിയ പെരുന്നാളിൽ നിൽക്കുക, ഈ രാത്രി വേദപുസ്തകം പോലും ഇല്ലാതെ നിൽക്കുമ്പോൾ ഒരു ഇസ്ലാം അങ്ങനെ പറഞ്ഞെങ്കിൽ, ഒരു ഹൈന്ദവ സന്യാസി അങ്ങനെ പറഞ്ഞെങ്കിൽ, വി സബ്സ്റ്റിറ്റ്യൂട്ട് ജീസസ് ക്രൈസ്റ്റ് ഫോർ അവർ കൺവീനിയൻസ്. നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി കർത്താവിനെ മാറ്റിവെക്കുക അല്ലേ? നമുക്ക് കേവലം തൊലിപ്പുറത്തെ കുറെ കാര്യങ്ങൾ മാത്രമായിട്ട് തീരുക, തൊലിപ്പുറത്തെ സുഖാനുഭൂതികളായിട്ട് മാത്രം തീരുകയാണോ? അതുകൊണ്ടെന്ന് പറയണം, ലോകം മുഴുവൻ ഓടി നടക്കാൻ ശ്രമിച്ച മനുഷ്യരുണ്ട്. വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെട്ട് നെപ്പോളിയൻ നടുക്കടലിൽ ഒഴുക്കപ്പെട്ടപ്പോൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, സമാധാനം യേശുവിൽ മാത്രം. ജീവിതത്തിൻ്റെ ഗതികേടുകളില് 1778 ഫ്രഞ്ച് തത്വചിന്തകനായ വോൾട്ടയർ പറഞ്ഞു, 100 വർഷം കഴിഞ്ഞാൽ ക്രിസ്തു എന്നൊരു പേര് ചരിത്രത്തിൽ ഉണ്ടാവില്ല, ബൈബിൾ കാണത്തില്ല. അത് പറഞ്ഞ പുള്ളി കുറെ കഴിഞ്ഞപ്പോൾ മരിച്ചു. പക്ഷെ വോൾട്ടയർ, ആ മനുഷ്യൻ താമസിച്ചിരുന്ന, ആ നിരീശ്വരവാദി താമസിച്ചിരുന്ന വീട് 100 വർഷം കഴിഞ്ഞപ്പോൾ അവിചാരിതമാണ്. ജനീവ ബൈബിൾ സൊസൈറ്റി വാങ്ങി ആ വീട്. പിൽക്കാലത്ത് ബൈബിൾ അച്ചടിക്കുന്ന പ്രസ് തുടങ്ങി. ആ വീട്ടിൽ പണ്ട് താമസിച്ചിരുന്ന വലിയ പണ്ഡിതൻ പറഞ്ഞത് 100 വർഷം കഴിഞ്ഞാൽ ക്രിസ്തു കാണത്തില്ലെന്ന. ഇതാണ് ദൈവം. തത്വശാസ്ത്രങ്ങൾ കടപുഴകും, പ്രത്യയശാസ്ത്രങ്ങൾ വാടിപ്പോകും. എന്നാൽ യേശുവിൻ്റെ വചനം ജീവൻ്റെ വചനം. അതുകൊണ്ട് നമ്മളൊരു ചെറിയ കാരണം കൊണ്ട് കർത്താവിനെ മാറ്റിവെക്കുക, നമ്മൾ കർത്താവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ ഭാരപ്പെട്ടിരിക്കുന്നവർ യൂസ്ലെസ് ആണെന്ന് പറയല്ലേ, ഞാനൊരു യൂസ്ലെസ് ആണെന്ന് പറയല്ലേ. അതിനകത്തൊരു ഡിയും കൂടെ ചേർത്തോണം. അപ്പോൾ എങ്ങനെ വായിക്കണം? യൂസ്ഡ്ലെസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അയ്യോ മക്കളെ, യൂസ്ഡ്ലെസ് എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? എന്താ യൂസ്ഡ്ലെസ്? അയ്യോ, കുറച്ചുപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ്ലെസ് അല്ല, നമ്മൾ ഇനിയും നമ്മളെ തന്നെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതതിൻ്റെ അർത്ഥം. നമ്മൾ ഇനിയും നമ്മളെ കണ്ടെത്തിയിട്ടില്ല, നമ്മൾ ഇനിയും നമ്മളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഉറക്കെ പറയണം, ഐ ആം യുണീക്ക്. ദൈവം എന്നെ പോലെ ലോകത്ത് മറ്റാരും ഇല്ല. ഇസ്രായേലിനെ കാത്തിരിക്കാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ചുറ്റുമുള്ള ജാതികൾക്ക്
അവരാരാധിക്കാൻ ഒത്തിരി അനുഭവങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ യഹോവയെ കാത്തിരുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി പറയണം, കർത്താവേ, കാസ്റ്റിംഗ് ഓൾ യുവർ ആൻസൈറ്റീസ് ഓൺ ഹിം. എൻ്റെ എല്ലാ ഭാരങ്ങളും ദൈവത്തിങ്കലേക്ക് ഏൽപ്പിക്കുന്നു. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാര്യങ്ങളുടെ നിശ്ചയമാണ്. വളരെ ശരിയാണ്. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ എന്നാ ചോദ്യമോ ചോദിക്കുന്നത്? വിശ്വാസമല്ലേ പിന്നെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമോ? വിശ്വാസമുണ്ട്, കൊള്ളാം. ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. രബീന്ദ്രനാഥ ടാഗോർ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു. പ്രഭാതത്തിൽ ഇരുട്ട് നിലനിൽക്കുമ്പോൾ തന്നെ പ്രകാശത്തെ അനുഭവിച്ച് പാടുന്ന പക്ഷിയുടെ പേരാണ് വിശ്വാസം. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. പ്രഭാതത്തിൽ ഇരുട്ട് നിലനിൽക്കുമ്പോൾ തന്നെ പ്രകാശത്തെ അനുഭവിച്ച് പാടുന്ന പക്ഷിയുടെ പേരാണ് വിശ്വാസം. എന്ന് പറഞ്ഞാൽ നേരം വെളുക്കുമെന്ന് വിചാരിച്ച് 4 മണിക്ക് കൂകുന്ന കോഴിയുടെ പേരാണ് വിശ്വാസം. പച്ച മലയാളം പറഞ്ഞാൽ വിശ്വാസമുണ്ടോ? എന്നാൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഒരു ഏണി ഈ പള്ളിയുടെ ഭിത്തിയിൽ ചാരിത്തരാം, ഒരു ഗോവേണി. കയറാമോ? പിന്നെ ഏണിയെ കയറ്റാൻ വന്നിരിക്കുക. കയറാമോ? കയറാം. നിങ്ങൾ കയറും, മിടുക്കരാ. ഞാൻ ചോദിക്കട്ടെ, അടുത്ത ചോദ്യത്തിന് ശ്രദ്ധിച്ചുത്തരം പറയുക. മുകളിലത്തെ പടി നോക്കാതെ കയറാമോ? പറയൂ. ഏണിയെ കയറാന്ന് പറഞ്ഞു, മുകളിലത്തെ പടി നോക്കാതെ കയറാമോ? എന്തേ, ഉറങ്ങിപ്പോയോ? ഏണി ചാരിത്തരാം, മുകളിലത്തെ പടി നോക്കാതെ കയറാമോ? ഇല്ല. വിശ്വാസമുണ്ടോ? പറഞ്ഞാട്ടെ, വിശ്വാസമുണ്ടോ? മുന്നിലൊരു ചുവടു വയ്പാൻ മാത്രമിട കാണുന്നു ഞാൻ. അല്ലേ? ഒരു ചുവട് വയ്ക്കാൻ ആയതു മതിയെനിക്ക്, ശേഷമെല്ലാം ദൈവഹിതം. ഒരു ചുവട് വയ്ക്കാൻ, only one step. അങ്ങനെ ഒരു പാട്ടുണ്ട്. വിശ്വാസമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഐ ആം യൂണിക്, എന്നെ പോലെ ലോകത്ത് മറ്റാരുമില്ല. രണ്ടാമതൊരു ചിന്ത പറയട്ടെ. നമ്മൾ സ്വയം പറയുക, കർത്താവേ, ഞാൻ അനന്യനാ, ഞാൻ അനന്യനാ, ഞാൻ അനന്യനാ. 2, 1 ഐ ആം യൂണിക്, അനന്യതാബോധം. സ്വയം പറയുക ഭാരം വരുമ്പോൾ. 2, ഭാരം വരുമ്പോൾ നമ്മൾ സ്വയം പറയുക ഐ ആം അൺഎലിജിബിൾ, ഞാൻ അയോഗ്യൻ, ഞാൻ അയോഗ്യൻ. ഒത്തിരി ഭാരം വരുമ്പോൾ, സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒത്തിരി പരാതി പറയുമ്പോൾ നമ്മൾ കൂടെ കൂടെ പറയണം, കർത്താവേ, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല. സ്വന്തം ജീവിതത്തെക്കുറിച്ച് പരാതി പറയാറുണ്ടോ? ഉണ്ട്. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ തന്നെ പറയുന്നു എന്ന് ആലോചിച്ചാൽ മതി. ഞാൻ ഇതല്ല ആഗ്രഹിച്ചത്, ഞാൻ കുറെ കൂടെ വിചാരിച്ചതാ, ഞാൻ മറ്റൊന്നായിരുന്നു പ്രാർത്ഥിച്ചത്, പറയാറില്ലേ? അതെ. സ്വന്തം ജീവിതത്തെക്കുറിച്ച് പരാതി പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ പറഞ്ഞോണം ഐ ആം അൺഎലിജിബിൾ, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല. നമ്മൾ ചെറിയ കാര്യങ്ങളിലൊക്കെ എത്ര അസംതൃപ്തരാ പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇന്ന് രാത്രി ആലോചിച്ച് നോക്കിക്കേ, ഇന്നത്തെ പത്രത്തിൽ തന്നെ ആ ചരമക്കോളത്തിൽ ഒരു 30% പേര് നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരാ, നമ്മളെക്കാൾ ഭേദപ്പെട്ട മനുഷ്യരും അവർ. എന്നിട്ടും നമ്മളിങ്ങനെ, എന്ത് യോഗ്യതയാ? അതിലൊരു 30% പേര് നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരാണെന്നേ, നമ്മളെക്കാൾ ഭേദപ്പെട്ട മനുഷ്യരാ അവര്. എന്നിട്ടും നമ്മളെ ഇങ്ങനെ ഈ രാത്രി നിർത്തിയിരിക്കുന്നു. കണ്ണു നിറയാൻ എന്നെ കാരണ വേണ്ടിയ വേറെ കൊച്ചു കൊച്ചു പരാതിയായിട്ട് നമ്മൾ നടക്കുകയല്ലേ. വേറെ ഒന്നായിരുന്നു വേണ്ടിയത്, കുറെ കൂടെ ചിന്തിച്ചാൽ ഇത് കൊള്ളുന്നില്ല, മറ്റേത് കൊള്ളുന്നില്ല. പരാതികളുടെ ഭണ്ഡാരമാ നീ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. അറിയാവുന്നവർ കൂടെ പാടിക്കോ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ
എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ യോഗ്യനല്ല, ഞാൻ യോഗ്യനല്ല ദൈവമേ, ഞാൻ അയോഗ്യന പറയണേ. വല്ലാതെ ഭാരപ്പെടുമ്പോൾ, വല്ലാതെ അസംതൃപ്തരാകുമ്പോൾ ആവർത്തന പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വചനം എടുത്തു വായിക്കണം. എന്താണെന്നറിയാം? ഇസ്രായേൽ മക്കളെ മോശ 40 വർഷം കൊണ്ടു നടന്നു. അവരെ മോവാബ് സമതലത്തിൽ അവർ പാളയമടിച്ചിരിക്കുക. അവർ പാളയമടിച്ചിരിക്കുമ്പോൾ അവരോട് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുക. ആരാന്നറിയാമോ? മോശ. പഴയ കാര്യങ്ങളൊക്കെ പറയുക. ഇങ്ങോട്ട് നോക്കിക്കേ, താടിക്ക് കൈയൊന്നും എടുത്തിട്ട് ഇങ്ങോട്ട് നോക്കിക്കേ, സന്തോഷത്തോടെ നോക്കിക്കേ. മോശ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ അവരോട് പറയുന്നൊരു വാക്യമാണ് 9:6. എന്തെന്നറിയാം? നിന്റെ ദൈവമായ യഹോവ, കേൾക്കണേ, നിന്റെ ദൈവമായ യഹോവ നിനക്ക് ആ നല്ല ദേശം അവകാശമായി തരുന്നത് നിന്റെ നീതി നിമിത്തമല്ലെന്ന് അറിഞ്ഞുകൊള്ളുക. നീ ദുശാഠ്യമുള്ള ജനമല്ലോ. അടിവരയിട്ടോണേ, ഇത് നമ്മളോടാ പ്രിയപ്പെട്ടവരെ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് ആ നല്ല ദേശം അവകാശമായി തരുന്നത് നിന്റെ നീതി നിമിത്തമല്ലെന്ന് അറിഞ്ഞുകൊള്ളുക കുഞ്ഞേ. നീ ദുശാഠ്യമുള്ള ജനമല്ലോ. ശരിയാ. ഈ ജീവിതത്തിൻ്റെ നന്മ കാണാൻ, ഈ ജീവിതത്തിൻ്റെ ഭംഗി കാണാൻ, ഈ ജീവിതത്തിൻ്റെ ഭാഗ്യത്തിലേക്ക് നിന്നെ കൊണ്ടുപോയെങ്കിൽ സഹോദരി ഇങ്ങോട്ട് നോക്കിക്കാട്ടെ. നിന്നെ കൊണ്ടുപോയത് നിന്റെ ക്വാളിറ്റി അല്ല, നീ മുട്ടിമേ കിടന്നുകൊണ്ടല്ല, നിന്റെ കുടുംബ മഹിമയല്ല. നീ ദുശാഠ്യമുള്ള ജനമാ. സകലമാന കീമാവേലയും പാരവെപ്പും ഈഗോയും എല്ലാം കയ്യിലുണ്ടായിട്ടും ഇപ്പോഴും ഇങ്ങനെ നിർത്തിയിരിക്കുന്നില്ലേ? ഈ രാത്രി പറയണം, കർത്താവേ ഞാൻ അയോഗ്യനാ. ദൈവകൃപ മാത്രം. കൃപ എന്ന് പറയുന്നൊരു 2 അക്ഷരാണ്. നമ്മൾ കൃപ, കൃപ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്തെന്നറിയാം? കൃപ, പിള്ളേർക്കെല്ലാം പേരിടുമല്ലോ കൃപ. കൃപ എന്ന് പറഞ്ഞ അർത്ഥം അർഹിക്കാത്ത സ്ഥാനത്ത് ഒരുവൻ്റെ മേൽ പകരപ്പെട്ട ദൈവസ്നേഹത്തിൻ്റെ ആഴമത്രേ കൃപ. അവിടെ ഇരുന്നൊന്ന് ധ്യാനിച്ച്. അർഹിക്കാത്ത സ്ഥാനത്ത് ഒരുവൻ്റെ മേൽ പകരപ്പെട്ട ദൈവസ്നേഹത്തിൻ്റെ ആഴമത്രേ. ഇവിടെ ഗ്രേസി എന്ന് പേരുള്ളവരുണ്ടോ? ഇല്ല. എല്ലാം ഡയാനെ വിക്ടോറിയൊക്കെ ആണോ? ഗ്രേസി ഉണ്ടോ? അയ്യോ, ഉണ്ട്. ഗ്രേസ്, അതാണ് കൃപ. ഗ്രേസ് എന്ന് പറഞ്ഞാൽ 2 ലാറ്റിൻ വാക്കുകളാണ്. ഗ്രാറ്റിസ്, ഡാറ്റ. അതിൻ്റെ അർത്ഥം വെറുതെ കിട്ടിയത്. ഗ്രേസ് എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടിയ ജീവിതം, കൃപ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഗ്രേസിയ, കൃപ. 2 അക്ഷരമാണ് നമ്മൾ. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഈ കാൽക്കുലേറ്റർ ഉണ്ടോ? ഇപ്പോൾ ഈ കാൽക്കുലേറ്റർ ഉണ്ടോ? ഉണ്ടെങ്കിൽ എടുത്തോ, മനസ്സിൻ്റെ കാൽക്കുലേറ്റർ. ഞാൻ പറയുന്നതൊന്ന് ടൈപ്പ് ചെയ്തേ. മോശ എന്നൊന്ന് ടൈപ്പ് ചെയ്തേ. ചെയ്തോ? മോശ മൈനസ് ടൈപ്പ് ചെയ്തോ? ദൈവകൃപ. ഉത്തരം എന്താ? ആരെങ്കിലും പറയാമോ? പറയാമെങ്കിൽ 500 രൂപ സമ്മാനം നോവളച്ചൻ്റെ വകയായി. വിക്കൻ മേടിച്ചോണ്ട് പോണേ. വിക്കൻ പ്ലസ് ദൈവകൃപ ഈസ് ഈക്വൽ ടു മോശ. അത് ഡിലീറ്റ് ചെയ്തിട്ട് അടുത്തത് ദാവീദ് മൈനസ് ദൈവകൃപ ആട്ടിടയൻ. കറക്റ്റ്. മത്തായി മൈനസ് ദൈവകൃപ ചുങ്കക്കാരൻ. പൗലോസ് മൈനസ് ദൈവകൃപ ശൗൽ, ഗുണ്ട. പഴയ തൊഴിൽ പറഞ്ഞാൽ മതി, ഗുണ്ട. ഏലീശ മൈനസ് ദൈവകൃപ കാളക്കാരൻ, പൂട്ടുകാരൻ. 24 കാളന്മാർ ഒരുമിച്ച് പൂട്ടുന്ന പാർട്ടിയായിരുന്നു. കാളക്കാരനെ കലവറക്കാരനാക്കിയൊരു തമ്പുരാനാ. അടുത്തത് സ്വന്തം പേര് അവനവൻ്റെ പേര് ടൈപ്പ് ചെയ്തായിട്ട് മൈനസ് ദൈവകൃപ. നാട്ടുകാർക്കിട്ട് കൂട്ടാനും കുറയ്ക്കാനും എന്നെ എടുക്കാൻ. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, നാട്ടുകാർക്കിട്ട്
സ്വന്തം പേര് മൈനസ് ദൈവകൃപ. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ മൺപാത്രത്തിലെ നിധിയാ ഞാൻ. മൺകൂടാരം നമ്മിൽ നിന്ന് ദൈവകൃപ മാറ്റിയാൽ മണ്ണ്. ഐ എം അൺഎലിജിബിൾ. അൺഎലിജിബിലിറ്റി കോൺഷ്യസ്നെസ് ഒന്നുമില്ലേ? പൗലോസ്ലീഹ വിശേഷിപ്പിക്കുന്നത് അതാണ്. മൺപാത്രത്തിലെ നിധി ഞാൻ ആയിരിക്കുന്നത് കൃപയാലാകുന്നു, കൃപയാലാകുന്നു. കൂടെ കൂടെ പറയും. ആര്? പൗലോസ് അപ്പോസ്തലൻ. നാം ഇതിന് വലിയ വില കൊടുത്തിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ വന്നിരിക്കാൻ ഒരു വിലയും നമ്മൾ കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ദാനമാണ്, ദാനമാണ്, 100% ദാനമാണ് ഈ മനോഹരമായ ജീവിതം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതിൽ നിന്ന് കൃപ മാറ്റിയാൽ പിന്നെന്തോ ഉണ്ട്? ഒന്നുമില്ല. ഇപ്പോൾ ഒരു കിഡ്നിയൊക്കെ കൊടുത്ത് നല്ല കാശ് കിട്ടും. കൊടുക്കരുത് അങ്ങനെയൊക്കെ പറയും, ഭാരമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ശ്വാസം അങ്ങ് പോയി കഴിഞ്ഞാൽ എന്നാ ഉണ്ടെന്നറിയാം. 7 രൂപ 70 പൈസയുടെ സാധനം ഉള്ളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 7 രൂപ ഒരു കോഴിക്കൂട് വെള്ളയടിക്കാനുള്ള കുമ്മായേ ഉള്ളൂ. പിന്നെ ഇത്തിരി ഇവിടെ നീളം വീതിയൊക്കെ ഉള്ളവർക്ക് കുറച്ചുകൂടെ കിട്ടുമായിരിക്കും. കോഴിക്കൂട് വെള്ളയടിക്കാനുള്ള കുമ്മായം, 1 കട്ട സോപ്പ് ഉണ്ടാക്കാനുള്ള കൊഴുപ്പ്, 2 ഇഞ്ചിൻ്റെ ആണി ഉണ്ടാക്കാനുള്ള ഇരുമ്പ്, എല്ലാം കൂടെ ചേർന്നിറങ്ങി കസേര ഇരിക്കുന്നത്. 7 രൂപ. പിന്നെ ഞങ്ങൾ 7 രൂപ 70 പൈസ. വല്ലാതെ തലക്കനം വരുമ്പോൾ ഓർത്തോണം. 7 രൂപ 7 രൂപ. അത്ര മാത്രമേ ഉള്ളൂ കർത്താവേ. ഒരു ചെറുജീവിതം മാത്രം, ഇത്ര മാത്രമേ ഉള്ളൂ. ഹൈന്ദവ ചിന്തയിൽ മരിച്ചു ദഹിപ്പിക്കുകയാണെങ്കിൽ 54 ഗ്രാം ചാരം, 54 grams of ash. അത്ര മാത്രമേ ഉള്ളൂ, 54 ഗ്രാം. നാം ഇതിന് വലിയ വില കൊടുത്തിട്ടില്ല. എന്നിട്ട് നമ്മളെ ദൈവത്തിന് നിർത്തി. എന്തുകൊണ്ടാ? അതിൻ്റെ കാരണം ഫിലിപ്പ്യർ 4:19 ആ വാക്യം ഇങ്ങനെയാണ്. ഫിലിപ്പ്യർ 4:19 എല്ലാവരും കേൾക്കണേ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എന്തുവാ? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ. നമ്മളിപ്പോൾ ആയിരിക്കുന്നതിൻ്റെ കാരണം വല്ലതും മനസ്സിലായോ? വല്ലതും മനസ്സിലായോ? ഇല്ല. ഞാനൊരു കഥ പറയാം, അപ്പോൾ മനസ്സിലാവും ആ വാക്യത്തിൻ്റെ അർത്ഥം. പണ്ട് അലക്സാണ്ടർ ചക്രവർത്തി, യേശുവിന് മുമ്പാണ്, ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ആളല്ലേ, ഒരിക്കൽ നാട് കാണാനിറങ്ങി. ഗ്രീസിൻ്റെ സ്ഫടിക സമാനമായ രാജ കൊട്ടാരത്തിൻ്റെ പടവുകൾ കടന്ന് തെരുവിൽ കൂടെ കുതിരപ്പുറത്ത് പോവുകയാണ്. ഒരു മനുഷ്യൻ വഴിയിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നു. അയാളുടെ കരച്ചിൽ കണ്ടപ്പോൾ ചക്രവർത്തിയുടെ കുതിര നിന്നു. ശ്രദ്ധിച്ചേ. ചക്രവർത്തി പോക്കറ്റിൽ നിന്ന് 2-3 നാണയങ്ങൾ എടുത്ത്, സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് ആ മനുഷ്യന് കൊടുത്തു. തിളങ്ങുന്ന 3-4 പവൻ. ഇത് കണ്ടപാടെ, ഇത് കിട്ടിയപാടെ ഈ മനുഷ്യൻ്റെ മുഖം മഞ്ഞളിച്ചു. അടിച്ചു പോനെ എന്ന് പറഞ്ഞു പുള്ളി അവിടെ ഇരുന്നു. പുള്ളിക്ക് സന്തോഷമായി. ചക്രവർത്തി മുന്നോട്ട് പോയി. കൂടെയുള്ളവരും അനുചരന്മാരും കൂടെയുണ്ട്. അടുത്തൊരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോൾ കൂടെയുള്ളവർ ചക്രവർത്തിയോട് പറഞ്ഞു, അല്ലയോ അലക്സാണ്ടർ ചക്രവർത്തി, ആ ഭിക്ഷക്കാരന് 3-4 സ്വർണ്ണ നാണയങ്ങളൊന്നും ആവശ്യമില്ലായിരുന്നു കേട്ടോ. അയാളൊരു ഒറ്റത്തടി, ഒരു പാവപ്പെട്ടവൻ, 3-4 വെള്ളി നാണയങ്ങൾ മതിയായിരുന്നു. എന്തിനാണ് 3-4-5 പവൻ എടുത്തു കൊടുത്തത്? ചക്രവർത്തി പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഒരു പുഞ്ചിരി തൂകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അയാൾക്ക് അത്രയും ആവശ്യമില്ലായിരിക്കും. പക്ഷേ അത് കൊടുത്തത് ഗ്രീസിൻ്റെ അനിഷേധ്യനായ ചക്രവർത്തി, മഹാനായ അലക്സാണ്ടറാണ്. അലക്സാണ്ടർക്കൊരു അന്തസ്സുണ്ട്. കഥ മനസ്സിലായോ? ഇനിയും മനസ്സിലായില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. അത് കൊടുത്തത് ഗ്രീസിൻ്റെ മഹാനായ ആരാണ്? അലക്സാണ്ടർ. ഇനി ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം. മനസ്സിലായോ? ആയെങ്കിൽ തലയൊന്ന് കുലുങ്ങട്ടെ. കൊള്ളാം. ഇതെങ്ങോട്ട് കുലുക്കണം, ഇങ്ങനെ കുലുക്കണോ, ഇങ്ങനെ കുലുക്കണോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുക. തൻ്റെ ധനത്തിനൊത്തവണ്ണം, അക്കോർഡിംഗ് ടു ഹിസ് വെൽത്ത്.
നമ്മുടെ യോഗ്യതയല്ല, തമ്പുരാൻ്റെ അന്തസ്സിനനുസരിച്ച് തന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. അല്ലാതെ നിന്റെ എൻ്റെ ഗുണമല്ലടോ. ഒടേ തമ്പുരാൻ്റെ അന്തസ്സിനനുസരിച്ച് തന്നോണ്ടാ. നോട്ട് ഓൺ അവർ മെറിറ്റ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. വാങ്ങിച്ചവന്റെ യോഗ്യതയല്ല, തന്നവന്റെ ഔദാര്യമായത്. പുകഴല്ലേ, പുകഴല്ലേ. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിനു സ്തോത്രം. അതല്ലേ ഉള്ളൂ. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിനു സ്തോത്രം. എണ്ണിയാൽ തീരാത്ത നന്മകളോർത്താൽ ദൈവത്തിനു സ്തോത്രം. എൻ്റെ ദൈവത്തിനു സ്തോത്രം. എൻ്റെ യോഗ്യതയല്ല, കൃപയാൽ 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 ദൈവത്തിനു സ്തോത്രം. കർത്താവേ സ്തോത്രം. എൻ്റെ യോഗ്യതയല്ല, തൻ്റെ ധനത്തിനൊത്തവണ്ണം അക്കോർഡിംഗ് ടു ഹിസ് വെൽത്ത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം തന്നുകൊണ്ടാ. നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? 3 ദിവസമായിട്ട് പ്രസംഗം കേട്ട് വിശന്ന് നിൽക്കുന്ന ജനം, കൊടുക്കാനൊന്നുമില്ല. കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, മക്കളെ എന്നാ ഉണ്ടടാ കൈ? അവർ പറഞ്ഞു ഒന്നുമില്ല. അന്ത്രയോസ് പറഞ്ഞു. ആര്? അന്ത്രയോസ് ബാവ അല്ല. ആര് പറഞ്ഞു? അന്ത്രയോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഇവിടെ ഒരു കൊച്ചുണ്ട്, അവൻ്റെ കയ്യിൽ എത്ര അപ്പമുണ്ട്? 5 അപ്പം. എത്ര അപ്പമുണ്ട്? അവനതൊരു 7 തവണ എണ്ണിയ കൊടുത്തേ. കാരണം ആവശ്യം കൂടുമ്പോൾ എണ്ണൽ കൂടുമല്ലോ. അന്ത്രയോസ് അപ്പോസ്തലൻ മേടിച്ചത് 9 തവണ എണ്ണി എത്ര എണ്ണം ഉണ്ടെന്ന്. അപ്പം തേഞ്ഞതല്ലാതെ ഒരു ഗുണവും ഉണ്ടായില്ല. കർത്താവ് 5 അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. ശേഷിച്ച കഷണം എത്ര എണ്ണം കിട്ടി? നിങ്ങൾ പറ. എത്രയേ? 12. കൊട്ടയും വട്ടിയും നിൽക്കട്ടെ, എത്ര എണ്ണം ഉണ്ടായിരുന്നു? ശേഷിച്ച കഷണം എത്ര എണ്ണം ഉണ്ടായിരുന്നു? വിഷമിക്കണ്ട, എണ്ണം പറയുന്നില്ല. പറയാനാകാത്തതാണ് കൃപ എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ കൊടുക്കുന്നതിന് കണക്കുണ്ട്, ദൈവം ശേഷിപ്പിക്കുന്നതിന് കണക്കില്ല. ചങ്കിൽ വെച്ചോണം. മനുഷ്യൻ കൊടുക്കുന്നതിന് കണക്കുണ്ട്, ദൈവം ശേഷിപ്പിക്കുന്നതിന് അതാ കൃപ. അതാണ് ഈ പുസ്തകത്തിന്റെ മഹത്വം. നിന്റെ ആരാന്ന് പറഞ്ഞാലും പൊന്നുമോളെ കണക്ക് വച്ചിട്ടുണ്ട്. നിന്നെ എത്ര സഹായിക്കുമെന്ന് പറഞ്ഞാലും സഹോദര, എല്ലാവർക്കും കണക്കുണ്ട്. 2003 നിന്റെ മോൻ്റെ കല്യാണം വിളിച്ചതിൻ്റെ ലിസ്റ്റ് അവളുടെ കയ്യിലുണ്ട്. 2024 അവക്കുള്ള മോളെ വിളിക്കുമ്പോൾ അത് നോക്കിയാൽ വിളിക്കാൻ പോന്നേ. നീ വിളിച്ചിട്ടില്ലെങ്കിൽ നിന്നെയും വിളിക്കുകയല്ല. എല്ലാത്തിനും കണക്കുണ്ട്. മനുഷ്യൻ ഈ ജിയോമെട്രി വെച്ചേ ഇടപെടുള്ളൂ. പക്ഷെ ദൈവം ഈ ജിയോമെട്രിക്ക് പുറത്താ. ദൈവം ആരാന്ന് ചോദിച്ചാൽ ഭാരതം പറയും ബ്രഹ്മം, പരബ്രഹ്മം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മം വ്യാപ്നോ ഇതി ബ്രഹ്മ. വ്യാപിച്ചു നിൽക്കുന്നതെന്തോ അതാണ് ബ്രഹ്മം. വ്യാസമുള്ളത് എഴുതിയതാരോ അയാളാണ് വ്യാസൻ. വ്യാസമുള്ളത് ബ്രഹ്മം വ്യാപിച്ചു നിൽക്കുന്നത്, ബൃഹത്തായത്. ബൃഹത്തായത് ദൈവം ആരാന്ന് ചോദിച്ചാൽ ഇതാ ബൃഹത്തായത്. നിങ്ങൾ കുരിശിലേക്ക് നോക്കിക്കേ. ഒരു മനുഷ്യൻ എത്രയും വ്യാപിച്ചു നിൽക്കാമോ? ഒരു മനുഷ്യൻ എത്രയും ബൃഹത്താകാമോ? ഒരു മനുഷ്യൻ എത്രയും എക്സ്റ്റെൻഡഡ് ആകാമോ? ഒരാൾ അവിടെ ഉണ്ട്. പോന്നോളൂ, വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അത് എത്രമാത്രം ഒരാൾക്ക് ബൃഹത്താകാമോ? അതാണ് കുരിശൊരു ബ്രഹ്മമാണ് കേട്ടാ. ദൈവത്തിൻ്റെ കരുണയതാ.
കരുണ എന്നതിന് സുറിയാനിയിൽ റഹമേ എന്നാണ് വാക്ക്. റഹമേ. റഹമേ എന്ന പദത്തിന് രണ്ടർത്ഥമാണ് സുറിയാനി. ഒന്ന് കരുണ, രണ്ട് ഗർഭപാത്രം. ഇത് തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കരുണയ്ക്കും ഗർഭപാത്രത്തിനും ഒരു വാക്കാണ് റഹമേ. എൻ്റെ കർത്താവ്, എന്താ ഇങ്ങനെ? സുറിയാനി ഭാഷയിൽ പിടികിട്ടുന്നുണ്ട് കേട്ടാ, പിടികിട്ടുന്നുണ്ട് കേട്ടാ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനിങ്ങനെ മുളയ്ക്കാൻ കാരണം, ഒരു മനുഷ്യനിങ്ങനെ പൊടിച്ചു വരാൻ കാരണം ആ കരുണ എന്ന പുതപ്പ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വിശാലമാകുന്ന അവയവങ്ങളിലൊന്നാണ് ഗർഭാശയം. അത് മനുഷ്യൻ്റെ ആശയമല്ല, ദൈവത്തിൻ്റെ ആശയമാണ്. 2.5, 3, 3.5, 3.25 കിലോ വരെ തൂക്കം ഉണ്ടാകാവുന്ന ഒരു കുഞ്ഞിനെ പൊതിഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിൻ്റെ കരുണയുടെ കൂടാരമാണ് ഗർഭപാത്രം. അതാണ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ആദ്യത്തെ കരുണ, റഹമേ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ ലോകത്തിലേക്ക് പിറന്നു വീണത് എങ്ങനെയാണ്? ഇത്തിരി ഗൈനക്കോളജി ചിന്തിച്ചോളൂ. നമ്മളൊക്കെ ഈ ലോകത്തിലേക്ക് ജനിച്ചു വീണത് എങ്ങനെയാ? അയ്യോ, എല്ലാം ഇവിടെ സിസേറിയനാണോ? ലോകത്ത് പിറന്നു വീണത് എങ്ങനെയാ? കർത്താവേ, തലയും കുത്തിയാണ് അല്ലേ? ആണ്. എന്തിനാ ഇത് പറയുന്നത്? നമ്മളൊക്കെ തലയും കുത്തി വന്നവരാ. ഒരുപാട് പരാതി ഇപ്പം നമുക്കുണ്ട്. ഒക്കെ പോട്ടെന്നേ, ഇപ്പം നേരെ നിൽക്കുന്നില്ലേ? അതുപോലെ ബാക്കിയൊക്കെ വിട്ടുകള. ഞാനും നിങ്ങളും തലയും കുത്തി വന്നിട്ട് ഇപ്പം നേരെ നിൽക്കുന്നില്ലേ സ്നേഹിത? അത് മതി, ബാക്കിയൊക്കെ വിട്ടുകള. കൊച്ചു കൊച്ചു പരാതിയും കൊണ്ട് നമ്മൾ നടക്കുക, കൊച്ചു കൊച്ചു പരാതിയും കൊണ്ട് നമ്മൾ ജീവിക്കുക. ഒരിക്കലും തെളിയാത്ത മുഖവുമായി, ഒരിക്കലും സന്തോഷമില്ലാത്ത മനസ്സുമായി, ഒരിക്കലും സംതൃപ്തിയില്ലാത്ത ജീവിതവുമായി. എന്താ ഇങ്ങനെ നമ്മൾ തലയും കുത്തി വന്നിട്ട് ഇപ്പം നേരെ നിൽക്കുന്നില്ലേ? അവിടുത്തെ കരുണ എത്ര വിശാലമാണ്. നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. പ്രിയപ്പെട്ടവരെ, ഐ ഹാവ് നോ ഗുഡ് അപ്പാർട്ട് ഫ്രം ദീ. ദൈവമേ, നീ ഒഴികെ എനിക്കൊരു നന്മയില്ല. ഐ ഹാവ് പ്ലെൻറ്റി ഓഫ് നത്തിങ്. എനിക്ക് ഒത്തിരി ഇല്ലായ്മകളുണ്ട്. ബട്ട് ഐ ഹാവ് ഗോട്ട് മൈ ലോഡ്. പക്ഷെ എനിക്ക് എൻ്റെ കർത്താവുണ്ട്. കാട്ടത്തിയുടെ മുകളിലിരുന്ന സക്കായിയും, നാട്ടത്തിയുടെ ചുവട്ടിലിരുന്ന നഥനയേലും, പട്ടാപ്പകൽ വന്ന സമരിയക്കാരിയും, നട്ടപ്പാതിരയ്ക്ക് വന്ന നിക്കോദിമോസും, കിടന്ന് പരാതി പറഞ്ഞ ബത്സയിദാ കുരുടനും, ഇരുന്ന് പരാതി പറഞ്ഞ ബർത്തിമായും, പിറകെ നടന്ന് പരിഭവം പറഞ്ഞ ക്നാനായക്കാരിയെയും ചേർത്ത് പിടിച്ചൊരു ദൈവസ്നേഹം അതുണ്ട്. പിന്നെ നമ്മൾ പുറത്തായി പോവുമോ? ഒരിക്കലുമില്ല. ആ കരുണയുടെ ചക്രത്തിന് പുറത്തായി നമ്മൾ പോവുമോ? പറയണം, ഐ ഹാവ് പ്ലെൻറ്റി ഓഫ് നത്തിങ്. എനിക്ക് ഒത്തിരി കുറവും ഒത്തിരി വേദനയുണ്ട്. പക്ഷേ ബട്ട് ഐ ഹാവ് ഗോട്ട് മൈ ലോഡ്. എനിക്കൊരു കർത്താവുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. 2 കൊച്ചു വാക്കുകൾ നമ്മളോട് തന്നെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഭാരം ഉണ്ടാകുമ്പോൾ ഒന്ന് അയ്യോടാ, ഐ ആം യുണീക്ക്. എന്നെപ്പോലെ മറ്റാരുമില്ല. ഐ ആം എലക്റ്റഡ്, സെലക്റ്റഡ്, അപ്പോയിൻറ്റഡ് ആൻഡ് അനോയിൻറ്റഡ്. ദൈവമേ, ഞാൻ അനന്യനാ. എനിക്ക് ജീവിക്കണം, ഞാൻ അതിജീവിക്കും. 2 പറയണം, ഐ ആം അൺഎലിജിബിൾ. കർത്താവേ, ഞാനിതിനൊന്നും യോഗ്യനല്ല. നമ്മൾ ആരായാലും നമ്മളെ മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ട്. നമ്മൾ എവിടെയായിരുന്നാലും, നിന്റെ ഭാഷ ഏതായാലും, നിന്റെ വേഷമേതായാലും, നിന്റെ ദോഷമേതായാലും, ഈശോ നിന്നെ സ്നേഹിച്ചിടുന്നു. അല്ലേ? എന്താ? ആരും മനസ്സിലാക്കുന്നില്ലെന്ന് പറയുമ്പോൾ, ആരും എന്നെ അറിയുന്നില്ലെന്ന് പറയുമ്പോൾ, ആരാണ് എന്നെ അറിയുക, മനസ്സിലാകുക, ഉൾക്കൊള്ളുക? ഞാനിങ്ങനെ ഏകനായിപ്പോയി എന്ന് പറയുമ്പോൾ, കുഞ്ഞേ, നിന്റെ ഭാഷ ഏതായാലും, നിന്റെ വേഷമേതായാലും, നിന്റെ ദോഷമേതായാലും, എന്താ? ഈശോ നിന്നെ
സ്നേഹിച്ചിടുന്നു പിന്നെയും പിന്നെയും. ഇന്നു രാത്രി ഒന്നേ പറയാനുള്ളൂ. അതിനെ ഈ വചനം എടുത്തേ. എന്താ? പിന്നെയും പിന്നെയും. ഇന്നൊന്നേ പറയാനുള്ളൂ, ഈശോ നിന്നെ സ്നേഹിക്കുന്നു, ഈശോ നിന്നെ സ്നേഹിക്കുന്നു. അഗ്നിപർവ്വതം പോലെ വന്നവർ, ലാവ പോലെ തിളച്ചു പൊന്നുന്ന കണ്ണീരുമായി വന്നവർ, ഹൃദയമൊരുകുന്ന ഉലച്ചിലുമായിട്ട് വന്നവർ, പാളിപ്പോയ മനുഷ്യർ, ഇടറിപ്പോയ മനുഷ്യർ പറയണം, കർത്താവിനെ കർത്താവിനെ പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുന്ന് പറയുന്നു, നിൻ്റെ ഭാഷ ഏതായാലും, നിൻ്റെ വേഷമേതായാലും, നിൻ്റെ ദോഷമേതായാലും നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. മകനെ, മകളെ, നീ ഭയപ്പെടല്ലേ. കർത്താവേ, ഒത്തിരി സങ്കടങ്ങൾ വരുമ്പോൾ ഞാൻ അനന്യനാണ്, ഒത്തിരി പരാതി പറയുമ്പോൾ ഞാൻ അയോഗ്യനാണ് എന്നൊന്ന് പറയാനുള്ള ആത്മവിവേകം നൽകണമേ. ഈ രാത്രി ഞങ്ങളെ ഓർമ്മിപ്പിച്ച വചനത്തിന് സ്തോത്രം. ഈ രാത്രി ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിൻ്റെ ആത്മാവിന് സ്തോത്രം. യേശുവേ, ഇടവകയോട്, ദേശത്തോട്, രോഗഭാരങ്ങളിൽ വേദനകളിൽ കഴിയുന്നവരോട് കരുണ തോന്നണമേ. ഈ സമയം കൃപയ്ക്കായി യാചിക്കുന്നു. വ്യാപരിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ നിങ്ങളുടെ സജീവമായ ശ്രദ്ധയ്ക്കും വചനത്തോടുള്ള പരിഗണനയ്ക്കും താല്പര്യത്തിനും നന്ദി. ഏറെ സ്നേഹമുള്ള, ഏറെ പ്രിയമുള്ള നോബിളച്ചനോട്, ഇടവകയോട്, എല്ലാ ചുമതലപ്പെട്ടവരോട്, ദൈവജനത്തോട് നന്ദി പറയുന്നു. സ്വർഗത്തിലെ അപ്പൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.